പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി കാണുവാൻ നമുക്ക് ഒരു അവസരം കൂടി തന്ന കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഒപ്പം നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് ഇന്നുവരെ നമ്മളെ നടത്തിയ ദൈവകൃപയ്ക്കായി, കർത്താവിൻ്റെ നല്ല നല്ല ദാനങ്ങൾക്കായി ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ വേദ വചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് ആധാരമായി ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന വചനമാണ്. യേശു കർത്താവിനെ കുറിക്കുന്ന ഭാഗമാണ്. ഫിലിപ്പിയ ലേഖനം നമുക്ക് നന്നായി അറിയാം. ജയിലിലിരുന്ന് പൗലോസ് എഴുതിക്കൊണ്ട് പ്രസന്റ് എപ്പിസ്റ്റൽസ് എന്നറിയപ്പെടുന്നു. സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് പറയാൻ എനിക്ക് മടിയില്ല എന്ന് വീണ്ടും വീണ്ടും പൗലോസ് ഓർപ്പിക്കുന്ന ഫിലിപ്പിയ ലേഖനം, ലജ്ജിച്ചു പോകുന്നില്ല എന്ന് പറയുന്ന ലേഖനം, കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ഭാവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ലേഖനം, കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ലേഖനം, ഇങ്ങനെ പലവിധ കാര്യങ്ങളിൽ പ്രസക്തമായ ഒരു വാക്യമാണ് വായിച്ചു കേട്ടത്. 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഏത് ഭാവമാണ് ക്രിസ്തുവേശുവിൽ ഉണ്ടായിരുന്നതെന്ന് ആ വേദവചനത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ നന്നായി പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. താഴ്മ ധരിച്ചു, അനുസരണമുള്ളവനായി, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉന്നതമായ നാമം കൊടുക്കുകയും ചെയ്തു. അത് ഏത് ഭാവമാണ് ക്രിസ്തുവേശുവിലുള്ള? അതിൻ്റെ തൊട്ടു മുമ്പിലത്തെ വാക്യം, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. യേശു കർത്താവ്, നമ്മുടെ അരുമനാഥനായ കർത്താവ്, യേശു കർത്താവിൻ്റെ ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം മാത്രം നോക്കി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ വാക്ക്, അവൻ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ആ സന്തോഷത്തെ ഓർത്തിട്ട് മറ്റുള്ളവർ ഈ ലോകത്തിലെ കീവേഡ്സായ വാക്യം പറയുന്നത്, അതേ തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിനെ, യേശു പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. സ്വന്തം പുത്രൻ്റെ മുഖത്തെ ആദരിക്കാതെ ക്രൂശിൽ കയറുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് ആ ഭാവം, യേശു കർത്താവിൻ്റെ ആ വ്യത്യസ്തമായ അനുഭവം സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി അന്വേഷിക്കട്ടെ. എന്നിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആ ഭാവത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് വിവരിക്കുന്നുണ്ട്. ഒന്ന്, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഏറ്റവും ഉന്നത പദവിയിലിരുന്ന ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസനായി മനുഷ്യാവതാരമെടുത്ത് മനുഷ്യനോട് കൂടെ വസിച്ചിട്ട് അവിടെ തീർന്നില്ല. മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ട്, മനുഷ്യനാൽ പരിഹസിക്കപ്പെട്ട്, മനുഷ്യനാൽ ഉപേക്ഷിക്കപ്പെട്ട്, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാതെ, കോമള രൂപമില്ലാതെ, അതേ കാൽവറി ക്രൂശിലേക്ക് സ്വയമായി കയറി. ആ വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവേശുവിൻ്റെ ഒരു ഭാവമുണ്ടല്ലോ, ക്രിസ്തുവേശുവിൻ്റെ ഭാവം, തന്നെത്താൻ താഴ്ത്തിയ ഒരു ഭാവം. നിങ്ങളിൽ ആരാ വലിയവനെന്ന് ചോദിക്കുമ്പോൾ ഒരു തോർത്ത് എടുത്ത് അരയിൽ ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഭാവം. സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കുന്നൊരു ഭാവം. വേഷത്തിൽ മനുഷ്യനായി ദാസ്യ രൂപമെടുത്ത് ദാസനായി അതേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ രൂപം, സ്വന്തം അതേ താൻ സഹിക്കാൻ പോകുന്ന വ്യതയും പങ്കപ്പാടുകളും കണ്ടിട്ട് രക്തം വിയർപ്പ് തുള്ളികളായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗതസമന തോട്ടത്തിലായിരിക്കുമ്പോഴും
എങ്കിലും അതേ ആ പ്രാണവേദനയിൽ അതിവേദനയിലായി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പ്രാർത്ഥനയിൽ കഴിച്ച്, എങ്കിലോ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് വേണ്ടി യാഗമായി സ്വയമായി തീരുമാനിച്ച് സ്വതവേ ക്രൂശിൽ കയറിയ യേശു കർത്താവ്, ആ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കുന്ന ആ ഭാവം തന്നെ, പ്രിയരേ, കർത്താവിൻ്റെ ആ ഭാവം തന്നെ, ആ ഗുണം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ഒന്ന് ദൈവകാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവ പാദപീഠത്തിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപമെടുത്തു. ഇന്ന് അധികാര ഭ്രമമില്ലാതെ, ഇന്ന് കാണുന്ന ലോകത്തിലെ മറ്റ് യാതൊന്നും അസൂയില്ലാതെ, അധികാരഭ്രമമില്ലാതെ, മറ്റുള്ളവനെ ഗുണമെന്ന്, സ്വന്തം ഗുണമല്ല മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നിയ ഒരു മഹാശ്രേഷ്ഠനായ യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അടുത്തൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അവൻ അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരും ഭൂലോകരും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടതായി വരും. അതെ, ആ കർത്താവ് എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടുന്ന ഒരേ ഒരു നാമം, അതാണ് യേശുവിൻ്റെ നാമം. ഈ നാമമാണ് ദൈവത്തിലെ നമുക്ക് തന്നിരിക്കുന്നത്. ആ നാമം ധരിച്ച്, ആ നാമം ഉള്ളിലെടുത്ത്, ആ നാമം വഹിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നാമം വഹിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ആ നാമം വഹിച്ചുകൊണ്ട് ഒരിക്കൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ ആ വാതിൽ കൂടി അതേ പള്ളിയിലേക്ക് കയറിപ്പോകുന്ന, ദേവാലയത്തിലേക്ക് കയറിപ്പോകുന്ന പൗലോസിനെ കണ്ടുകൊണ്ട് അവിടെ നിന്ന ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞു, വല്ലതും തരണേ. പൗലോസ് നിന്നിട്ട് പത്രോസും യോഹന്നാനും അവിടെ നിന്ന്, പത്രോസ് അവിടെ നിന്നിട്ട് പത്രോസ് പറഞ്ഞു, എനിക്കുള്ളത് നിനക്ക് തരാം, വെള്ളിയും പൊന്നും തരാൻ എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് തരാം. അടുത്ത വാക്ക്, നസ്രയന യേശുവിന്റെ നാമത്തിൽ. ആ വാക്ക് കേട്ടോ, നസ്രയന യേശുവിന്റെ നാമത്തിൽ. ആ നാമമാണ് ധരിച്ചിരിക്കുന്നത്. എഴുന്നേറ്റ് നടക്ക എന്ന് അവനോട് പറഞ്ഞു. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. ചാടിയും തുള്ളിയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവൻ ദേവാലയത്തിനകത്തു കയറി. ഹല്ലേലൂയ! ഈ നാമമാണ് നമ്മുടെ അലങ്കാരം, ഈ നാമമാണ് നമ്മുടെ ശ്രേഷ്ഠത. ആ നാമം വിളിക്കപ്പെട്ടവർക്ക്, വിളിക്കപ്പെട്ട ആ നാമത്തെ വിശ്വസിക്കുന്നത്, അവനെ കൈക്കൊണ്ടതാണ് നമ്മുടെ പ്രത്യേകത. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പം ആ നാമം വഹിക്കുവാൻ, ആ നാമം ഉള്ളിലെടുക്കുവാൻ നമുക്ക് തന്ന ഭാഗ്യത്തിന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ആ ഭാവം ഞങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവേ, ആ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ ഞങ്ങൾക്കുണ്ടാകുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നാമത്തെ ധരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവെ നന്ദി പറയുന്നു. അന്ത്യത്തോളം ആ നാമം ധരിച്ചുകൊണ്ടായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോട് എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.